അറബ് സംഗീതം മാത്രമല്ല, ആ ഉപകരണങ്ങളും വേറിട്ടതാണ്. അത് നിർമ്മിക്കുന്ന സ്ഥാപനമാകട്ടെ അതിലേറെ വ്യത്യസ്തവും. ഇവിടെ ജോലി ചെയ്യുന്നവരിൽ നിരവധി പേർ മലയാളികളുമാണ്. ഒമാനിലെ അത്തരമൊരു സ്ഥാപനത്തിലേക്കാണ് അടുത്ത യാത്ര. ഗൾഫിൽ മലയാളികൾ അധികമൊന്നും കൈവയ്ക്കാത്ത മേഖലയാണ് പരമ്പരാഗത അറബ് സംഗീത ഉപകരണങ്ങളുടെ നിർമ്മാണം. എന്നാൽ ഈ മേഖലയിൽ കേരളത്തിൻ്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുകയാണ് ഒമാനിലെ തർമ്മത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം, അൽ ഹബ്ബാബ് ഹാൻഡിക്രാഫ്റ്റ്. ഒമാൻ സ്വദേശി സയ്യിദ് അൽ ഹബ്ബാബിൻ്റേതാണ് ഈ കമ്പനി. ഇവിടെ ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം മലയാളികളുടെ കൈത്തഴക്കത്തിലാണ് ഒമാന്റെ പരമ്പരാഗത സംഗീതോപകരണങ്ങൾ പിറവിയെടുക്കുന്നതെന്ന് പലർക്കും അറിയില്ല. ഒമാനി ആഘോഷവേളകളുടെ അവിഭാജ്യ ഘടകമാണ് സംഗീതവും നൃത്തവും. ചെണ്ട, കുഴൽവാദ്യം തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന സംഗീതോപകരണങ്ങൾ. ഏറെ ശ്രദ്ധയോടെ നിർമ്മിക്കേണ്ടതാണ് ഇവയെന്ന് സ്ഥാപനത്തിലെ ഫോർമാനായ കൊല്ലം തങ്കശ്ശേരി സ്വദേശി രാജു പറയുന്നു. ഇവിടെ പൊതുവായിട്ട് ഇവർ ഉപയോഗിക്കുന്ന ചെണ്ട ഐറ്റംസിൽ ഒരു 6 ഐറ്റംസ് ചെണ്ടയുണ്ട്. ഒരെണ്ണത്തിൻ്റെ പേര് സേന്തു ദേമ, ഒരെണ്ണത്തിൻ്റെ പേര് സേന്തു വഗാഫി, ഒരെണ്ണത്തിൻ്റെ പേര് സിന്ധു ലേവ, പിന്നെ ഒരെണ്ണം ചപ്പൂറ, പിന്നെ ഇത് എൻ്റെ പുറകിലിരിക്കുന്ന ഇത് കാസർ റഹ്മാനി. അങ്ങനെ ആ ഒരു ലേബലാണ് ഇതിൻ്റെ ശൈലി. നിർമ്മാണം നമ്മൾ ഇവിടുത്തെ നാടൻ തടിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഈ വേപ്പ് മരം, പിന്നെ ഇവിടുത്തെ ഒമാനി പേരുകൾ തന്നെ സിദർ, ഗരത്ത്, ബിദാം, തല്ലിത്തേങ്ങ മരം, അങ്ങനെയുള്ള ആ മരങ്ങളാണ്, അതിൻ്റെ തടിയാണ് നമ്മൾ ഈ ചെണ്ടയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. നാട്ടിൽ ആശാരി ജോലിക്കാരനായിരുന്ന രാജു 8 വർഷം മുമ്പാണ് ഒമാനിലെത്തുന്നത്. ഇവിടെ എത്തിയ ശേഷം തൊഴിലുടമയുടെ ശിക്ഷണത്തിലാണ് രാജു ഇവയുടെ നിർമ്മാണത്തിൽ പ്രാവീണ്യം നേടിയത്. 30 സെന്റിമീറ്റർ മുതൽ 110 സെന്റിമീറ്റർ വരെ പല വലിപ്പത്തിലുള്ള ചെണ്ടകൾ ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ചെറിയ ചെണ്ടയ്ക്ക് കാസർ എന്നാണ് പേര്, വലുതിനെ റഹ്മാനി എന്നും വിളിക്കും. ബദാമിന്റെയും ആര്യവേപ്പിന്റെയും തടിയാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. മുമ്പ് ഒമാനികൾ കൈകൊണ്ടുണ്ടാക്കിയിരുന്ന ചെണ്ടകൾ ഇപ്പോൾ യന്ത്രത്തിന്റെ സഹായത്താലാണ് നിർമ്മിക്കുന്നത്. എങ്കിലും കണക്കുകൾ തെറ്റാതെ നോക്കേണ്ടതുണ്ട്. തടിയുടെ വണ്ണമടക്കം പല ഘടകങ്ങളും ചെണ്ടയുടെ ശബ്ദത്തെ ബാധിക്കും. മെഷീനിൽ ശരിയാക്കിയ ശേഷം ആടിന്റെയും പശുവിന്റെയും തോല് വെച്ച് കെട്ടുന്നതോടെയാണ് നിർമ്മാണം പൂർത്തിയാകുന്നത്. ചെറിയ വിഭാഗത്തിലുള്ളവർക്ക് പശുവിന്റെ തോലും വലിയ ചെണ്ടകൾക്ക് ആടിന്റെ തോലുമാണ് ഉപയോഗിക്കുക. വലിയ ചെണ്ടയുടെ ഒരു വശത്ത് ഒമാനി ആടിന്റെ തോലാണെങ്കിൽ മറുവശത്ത് സൊമാലിയൻ ആടിന്റെ തൊലിയാണ് ഉപയോഗിക്കുക. തോൽ കെട്ടുന്നതിലും തുടർന്ന് കയർ കെട്ടുന്നതിലുമെല്ലാം നിശ്ചിത രീതികളുണ്ട്. ചെറിയ പിഴവുകൾ പോലും ചെണ്ടയുടെ ശബ്ദത്തെ ബാധിച്ചെന്നിരിക്കും. 5 റിയാൽ മുതൽ 150 റിയാൽ വരെയാണ് ഈ ചെണ്ടകളുടെ വില. പണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന മരചക്രത്തിന്റെ മാതൃകയിലുള്ള മൺയൂറുകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും ഇവിടെ നടക്കുന്നുണ്ട്. കയറുപയോഗിച്ച് മൺയൂറുകൾ കറക്കുമ്പോൾ ശബ്ദം പുറത്തുവരും. പാരമ്പര്യ മേളകളിലും മറ്റും വിവിധ ടീമുകളായി തിരിഞ്ഞ് മൺയൂർ കറക്കൽ മത്സരം സംഘടിപ്പിക്കുന്നത് ഒമാനികളുടെ ഹരമാണ്. വലിയ ചുരക്കയുടെ തോട് ഉണക്കിയെടുത്ത ശേഷം മുള ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഗറ എന്ന സംഗീതോപകരണവും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പായ്ക്കപ്പലുകളുടെയും മറ്റും മാതൃകകൾക്കും ആവശ്യക്കാരേറെ. സ്വദേശി പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും പരമ്പരാഗത വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്ന നെയ്ത്തുശാലയും ഇവിടെയുണ്ട്. പട്ടിലും പരുത്തിനൂലിലും നിർമ്മിക്കുന്ന ഹസിയ എന്ന ഷാൾ ഒമാനി സ്ത്രീകൾക്കുള്ളതാണ്. പുരുഷന്മാർ തലയിൽ കെട്ടാൻ ഉപയോഗിക്കുന്ന മസർ, സുബായിയ എന്നിവയും ഇവിടെ നിർമ്മിക്കുന്നു. ഇത്തരം കമ്പനികൾ അപൂർവമാണ് എന്നതുകൊണ്ട് തന്നെ ഒമാന്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തും ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്നത് ഹബ്ബാബിന്റെ സ്ഥാപനമാണ്. ഒമാനിൽ മാത്രമല്ല മറ്റ് GCC രാജ്യങ്ങളിലും ആവശ്യക്കാരുണ്ട്. കസ്റ്റമേഴ്സ് സൂർ, സലാല, ദുബായ്, അബുദാബി, ഖത്തർ അവിടെ നിന്നൊക്കെയുള്ള കസ്റ്റമേഴ്സ് വരാറുണ്ട് നമുക്കിവിടെ. അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്.
15-ാം വയസ്സിൽ പിതാവിനൊപ്പം ഈ പണിക്കിറങ്ങിയ ആളാണ് ഹബ്ബാബ്. അതുകൊണ്ട് തന്നെ മുതലാളി ചമഞ്ഞിരിക്കാതെ സഹപ്രവർത്തകർക്കൊപ്പം പണിയെടുക്കാനും ഇദ്ദേഹമുണ്ടാകും. മരപ്പണിക്കൊപ്പം പഴയ സാധനങ്ങൾ ശേഖരിക്കുന്ന ഹോബി കൂടി അൽ ഹബ്ബാബിനുണ്ട്. പഴയ റേഡിയോ, ടെലിവിഷൻ, പാത്രങ്ങൾ, ബ്രിട്ടീഷുകാരുടെ കാലത്തെ ലൈസൻസുകൾ, കറൻസി നോട്ടുകൾ തുടങ്ങി പഴമയുടെ തിളക്കമുള്ള ഒരു പിടി സാധനങ്ങൾ ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. ഈ പുരാവസ്തു ശേഖരം ഇവിടെ എത്തുന്നവർക്ക് വിസ്മയ കാഴ്ചയാണ്. അൻഫർ, നിഷിൽ, സുബ്രഹ്മണ്യൻ, ശരത്ത്, രഞ്ജു, ലാലു, സുധീഷ്, വിഷ്ണു, പ്രിൻസ്, നിഖിൽ എന്നിവരാണ് ഇവിടുത്തെ മറ്റ് മലയാളി ജീവനക്കാർ. ബംഗാളികളും പാകിസ്ഥാനികളും ഉണ്ടെങ്കിലും മലയാളികൾ തന്നെയാണ് ഭൂരിപക്ഷം. ഒമാനികൾക്ക് പുറമെ മലയാളികളും ഇവിടെ സന്ദർശകരായി എത്താറുണ്ട്. ദുബൈയിൽ മറ്റൊരു ലോക റെക്കോർഡ് കൂടി പിറന്നു. ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന കരാട്ടെ പ്രദർശനം, അതിൻ്റെ ദൃശ്യങ്ങളിലൂടെ പ്രവാസ ലോകത്തെ തുച്ഛവരുമാനക്കാർക്ക് ഗുണം ചെയ്യുന്ന മികച്ച സുരക്ഷാ പദ്ധതി, അതായിരിക്കട്ടെ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത നീക്കം. പ്രവാസ ലോകം കാത്തിരിക്കുന്നതും അതിനാണ്. വീക്കെൻഡ് അറേബ്യ അവസാനിക്കുന്നില്ല. ഈ എപ്പിസോഡിനെ കുറിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയിരുത്തൽ, വിമർശനങ്ങൾ ഞങ്ങൾക്ക് പ്രധാനമാണ്. വീക്കെൻഡ് അറേബ്യയുടെ മുൻ എപ്പിസോഡുകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, media1tv.in. തൽക്കാലം വിട. അടുത്ത വാരാന്ത്യത്തിൽ വീണ്ടും.